കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി സെൻട്രൽ ഡൽഹിയിലെ ഔദ്യോഗിക വസതി ഒഴിഞ്ഞു. ലോക്സഭാ അംഗത്വത്തിൽ നിന്ന് അയോഗ്യനാക്കപ്പെട്ടതിനെ തുടർന്നാണ് വീടൊഴിഞ്ഞത്. ഉച്ചകഴിഞ്ഞ് 3 മണിയോടെയാണ് താക്കോൽ കൈമാറി ഔദ്യോഗിക വസതിയിൽ നിന്ന് ഇറങ്ങിയത്. സെൻട്രൽ ഡൽഹിയിലെ 10 ജനപദിലുള്ള അമ്മ സോണിയാഗാന്ധിയുടെ ബംഗ്ലാവിലേക്കാണ് രാഹുൽ ഗാന്ധി മാറുക. രാഹുൽ ഗാന്ധിക്കെതിരെ കേന്ദ്ര സർക്കാർ പ്രതികാര നടപടി സ്വീകരിക്കുകയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. की जनता ने मुझे दिया, सबसे पहले मैं उनका धन्यवाद करना चाहता हूं। और सच्चाई बोलने की कीमत है, आजकल मैं कीमत चुकाता जाऊंगा, जो भी कीमत है मैं चुकाऊंगा। मैं उसको दुगना उठाऊंगा और जोरों से उठाऊंगा, क्योंकि देखिए वो सच्चाई है और वो किसी ना किसी को तो बोलनी पड़ेगी। मैं बोल रहा हूँ। थैंक यू। തനിക്കെതിരെ നടത്തുന്ന പ്രതികാരമാണ്. സത്യം ആർക്കെങ്കിലും തുറന്നു പറയേണ്ടതായി വരും. ആ തുറന്നു പറഞ്ഞതിന് നൽകേണ്ടി വന്ന വിലയാണ് താൻ ചുമക്കുന്നത്. അതിന് താൻ തയ്യാറുമാണ് എന്നാണ് രാഹുൽ ഗാന്ധി മാധ്യമങ്ങൾക്ക് മുൻപാകെ പറഞ്ഞത്. ഔദ്യോഗിക വസതി ഒഴികെയായിരുന്നു രാഹുൽ ഗാന്ധി. കിരൺ ബാബു വിവരങ്ങളുമായി ചേരുന്നു. ഈ പോരാട്ടം താൻ തുടരുമെന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കുന്നു മാധ്യമങ്ങൾക്ക് മുൻപാകെ. കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നും ഏത് രീതിയിലുള്ള പ്രതികരണങ്ങളെല്ലാം വന്നിരിക്കുന്നു ഈ സമയത്ത്? കിരൺ. രാഹുൽ ഗാന്ധി MP ആയി എത്തുന്നത് 2005-ലാണ് രാഹുൽ ഗാന്ധിക്ക് തുഗ്ലക് ലൈനിലെ വീട് അനുവദിക്കുന്നത്. അന്നു മുതൽ രാഹുൽ ഗാന്ധി തുടർച്ചയായി 18 വർഷത്തോളം തുടർച്ചയായി താമസിച്ചുകൊണ്ടിരുന്ന വീടാണ് ഇപ്പോൾ ഒഴിഞ്ഞിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ MP സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കപ്പെട്ടതിനെ തുടർന്ന് മാർച്ച് 27-നാണ് വീട് ഒഴിയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്, ഈ ഞായറാഴ്ചക്കുള്ളിൽ വീട് ഒഴിയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ലോക്സഭാ സെക്രട്ടേറിയറ്റ് രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് നൽകിയത്. ഈ ഞായറാഴ്ചയ്ക്ക് മുമ്പ് തന്നെ രാഹുൽ ഗാന്ധി വീട് ഒഴിഞ്ഞ് വീടിന്റെ താക്കോൽ ഔദ്യോഗികമായി കൈമാറിയിരിക്കുന്നു. നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരുന്നു താൻ വീടൊഴിയാൻ വീടൊഴിയാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്നത് സംബന്ധിച്ച്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഈ അയോഗ്യനാക്കിയ വിധിക്കെതിരെ നൽകിയ അപ്പീലടക്കം തള്ളപ്പെട്ടിരുന്നു. ഈ തള്ളപ്പെട്ട സാഹചര്യത്തിൽ കൂടിയാണ് രാഹുൽ ഗാന്ധി വീട് ഇപ്പോൾ ഒഴിഞ്ഞിരിക്കുന്നത്. സാധാരണഗതിയിൽ MP-മാർ സ്ഥാനം ഒഴിഞ്ഞാലോ അല്ലെങ്കിൽ MP-മാരുടെ കാലാവധി കഴിഞ്ഞാലോ അങ്ങനെ ഒരാഴ്ചയോ 2 ആഴ്ചയോ അല്ലെങ്കിൽ 1 മാസമോ കൊണ്ട് തന്നെ അവരെ ഒഴിയണം എന്നുള്ളൊരു വ്യവസ്ഥയിലേക്ക് ലോക്സഭാ സെക്രട്ടേറിയറ്റോ രാജ്യസഭാ സെക്രട്ടേറിയറ്റോ നീങ്ങാറില്ല. പലപ്പോഴും 5-6 മാസത്തോളം കാലം ഈ MP-മാരെല്ലാം തന്നെ ഈ ഔദ്യോഗിക വസതിയിൽ കഴിയുന്ന പതിവുണ്ട്. അതിനൊക്കെ ശേഷം അവർക്ക് പുതിയ വീട് കിട്ടിയ ശേഷമാണ് സാധാരണ ഒഴിയുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ അസാധാരണമായ നടപടിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയതിന് തൊട്ടു പിന്നാലെ തന്നെ ഔദ്യോഗിക വസതി ഒഴിയണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയത്. കൃത്യമായും തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വിലയിരുത്തൽ, കോൺഗ്രസ് സത്യം പറഞ്ഞതിന്റെ പേരിൽ അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ചതിന്റെ പേരിലാണ് പ്രതികാര നടപടിയാണ് ഇപ്പോൾ BJP സ്വീകരിച്ചിരിക്കുന്നത്. ഏത് പ്രതികാര നടപടികളെ നേരിടാൻ തയ്യാറാണ് എന്നൊരു സന്ദേശം കൂടിയാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയും സ്വീകരിക്കുന്ന നിലപാട്. അതേ രാഷ്ട്രീയ നിലപാട് തന്നെയാണ് ഇപ്പോഴും അവർ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ രാഹുൽ ഗാന്ധി വീട് ഒഴിഞ്ഞ് അദ്ദേഹത്തിന്റെ താക്കോൽ ഔദ്യോഗികമായി കൈമാറിയ ശേഷം പ്രതികരിച്ചത്. തന്റെ പോരാട്ടം തുടരും എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ ഔദ്യോഗികമായ വിശദീകരണം. അതുതന്നെയാണ് നരേന്ദ്രമോദി സർക്കാരിനെതിരെയുള്ള രാഹുൽ ഗാന്ധിയുടെ പോരാട്ടം തുടരും, തന്നെ നിശബ്ദനാക്കാൻ കഴിയില്ല, ശബ്ദിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക പ്രതികരണം. കിരൺ ബാബു വിവരങ്ങൾ നൽകിയത്. രാഹുൽ ഗാന്ധി ഔദ്യോഗിക വസതി ഒഴിഞ്ഞിരിക്കുന്നു. पीछे थोड़ा पीछे से കേരളത്തിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സുരക്ഷാ ഭീഷണിയെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട്. പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ച ശേഷമുള്ള സാഹചര്യവും മറ്റ് സുരക്ഷാ ഭീഷണികളും അടക്കം ചൂണ്ടിക്കാട്ടുന്ന ADGPയുടെ ഇന്റലിജൻസ് റിപ്പോർട്ട് ചോർന്നു. പ്രധാനമന്ത്രിക്ക് നേരെ ചാവേറാക്രമണം ഉണ്ടാകുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന് ലഭിച്ച കത്തിനെക്കുറിച്ചും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഭീഷണി കത്ത് അയച്ചത് ആരാണെന്ന് കണ്ടെത്താൻ അന്വേഷണം തുടരുകയാണ്. പ്രധാനമന്ത്രിക്ക് പഴുതടച്ച സുരക്ഷ ഒരുക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. പ്രധാനമന്ത്രിയെ അപായപ്പെടുത്തുമെന്ന് കാട്ടി BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന് ഒരാഴ്ച മുൻപ് ലഭിച്ച ഭീഷണിക്കത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്റലിജൻസ് മേധാവിയുടെ സമഗ്രമായ റിപ്പോർട്ട്. ഇസ്ലാമിക് സ്റ്റേറ്റ്, മാവോയിസ്റ്റുകൾ, മറ്റ് മതമൗലികവാദ സംഘടനകൾ, PFI നിരോധനത്തിന് ശേഷം രാജ്യത്ത് നിലനിൽക്കുന്ന സാഹചര്യം, പുൽവാമ സംഭവത്തിന്റെ പശ്ചാത്തലം, ഇതെല്ലാം ഭീഷണിയായി നിലനിൽക്കുന്നു. പഴുതടച്ച സുരക്ഷയാണ് പ്രധാനമന്ത്രിക്ക് ഒരുക്കേണ്ടതെന്ന നിർദ്ദേശവും റിപ്പോർട്ടിന്റെ ആദ്യ ഭാഗത്തിലുണ്ട്. എന്നാൽ പുറത്തുവന്ന റിപ്പോർട്ടിൽ തുടർന്ന് വിശദമാക്കുന്ന കാര്യങ്ങളാണ് വിവാദമായത്. പ്രധാനമന്ത്രിക്ക് സംസ്ഥാന പോലീസിന്റെ ഭാഗമായി
സുരക്ഷ ഒരുക്കേണ്ട ഉദ്യോഗസ്ഥരുടെ പേര് വിവരമാണ് രണ്ടാം ഭാഗത്തിൽ പരാമർശിക്കുന്നത്. ഇവർ എവിടെയെല്ലാം ഡ്യൂട്ടി നോക്കണമെന്ന കാര്യവും റിപ്പോർട്ടിൽ വിശദമായി പറയുന്നു. സുരക്ഷയുടെ ഭാഗമായി ഇന്ത്യൻ നേവി നിയോഗിക്കുന്ന കപ്പലിന് സുരക്ഷിതത്വം വഹിക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ അടക്കം പേരുകൾ റിപ്പോർട്ടിലുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇങ്ങനെ റിപ്പോർട്ട് ചോർന്നത് ഗുരുതര വീഴ്ചയെന്നാണ് വിലയിരുത്തൽ. പ്രധാനമന്ത്രിയുടെ വിസിറ്റുമായി ബന്ധപ്പെട്ട് വളരെ നല്ല രീതിയിലാണ് നമ്മൾ സുരക്ഷാ ക്രമീകരണം ഒരുക്കിയിട്ടുള്ളത്. വളരെ ഭംഗിയായിട്ട് സുരക്ഷിതമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സന്ദർശനം ഉണ്ടാവും. അതിനുവേണ്ടി എല്ലാവർക്കും നമ്മൾ ചെയ്തിട്ടുണ്ട്. കൊച്ചി മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർക്കെല്ലാം റിപ്പോർട്ട് നൽകി. മറ്റു പ്രധാന മേധാവികൾക്കും പകർപ്പ് ലഭ്യമാക്കി. പട്ടിക പുറത്തു വന്നത് വിവാദമായ സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥരിൽ കുറെ പേരെ മാറ്റി നിയോഗിച്ചേക്കും. സുരേന്ദ്രന് കത്തയച്ചത് കൊച്ചിയിലെ പള്ളിത്തർക്കത്തെ തുടർന്ന് വ്യക്തികൾ തമ്മിലുള്ള വിരോധം തീർക്കുന്നതിന്റെ ഭാഗമായാണെന്ന് വ്യക്തമായിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. കൊച്ചി സ്വദേശിയുടെ പേരിലുള്ള ഭീഷണി കത്താണ് BJP അധ്യക്ഷന് ലഭിച്ചത്. എന്നാൽ ഭീഷണി കത്തുമായി ഒരു ബന്ധവുമില്ലെന്ന് കൊച്ചി സ്വദേശിയും കുടുംബവും വ്യക്തമാക്കി. കൈയക്ഷരം പരിശോധിച്ചപ്പോൾ താനല്ല കത്തയച്ചതെന്ന് പോലീസിന് ബോധ്യപ്പെട്ടു. കത്തയച്ചതെന്ന് കരുതുന്ന ആൾക്ക് തന്നോട് വ്യക്തിവൈരാഗ്യമുണ്ടെന്നും ഗൃഹനാഥൻ പറഞ്ഞു. കൊച്ചി സ്വദേശിയുടെ പേരിലാണ് ഭീഷണി കത്ത് ലഭിച്ചത്. കൊച്ചിയിലെത്തുന്ന പ്രധാനമന്ത്രിക്ക് നേരെ ചാവേർ ആക്രമണം നടത്തുമെന്നായിരുന്നു കത്തിന്റെ ഉള്ളടക്കം. എന്നാൽ കത്തുമായി തങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ലെന്നാണ് കുടുംബം പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഇതിൽ നിരപരാധിയാണ്. നമുക്കിത് തെളിച്ചെടുത്തേ പറ്റുള്ളൂ. അതിൽ ആരുടെ സപ്പോർട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ജനങ്ങളുടെ സപ്പോർട്ടും ഉണ്ട്. ജനങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ കള്ളത്തരം നമുക്ക് കണ്ടെത്തിയെടുക്കാൻ പറ്റുള്ളൂ. കത്തയച്ചു എന്ന് പറയുന്നയാൾക്ക് വ്യക്തിവൈരാഗ്യമുണ്ടായിരുന്നു എന്നാണ് ഗൃഹനാഥനും മകളും പറയുന്നത്. ഏപ്രിൽ ആദ്യ ആഴ്ചയിൽ ഇവർ തമ്മിൽ കലൂരിലെ ഒരു പള്ളിയിൽ വെച്ച് വാക്കുതർക്കവുമുണ്ടായിരുന്നു. ഈ വാക്കുതർക്കത്തിനിടയിൽ കത്തയച്ചു എന്ന് പറയുന്നയാൾ ഗൃഹനാഥനെ ഭീഷണിപ്പെടുത്തിയതായും ഇവർ ആരോപിക്കുന്നു. ഗവൺമെന്റ് മീറ്റിംഗിൽ പുള്ളി ഏത് മീറ്റിംഗിലാണെങ്കിലും തർക്കമാണ്. പെണ്ണുങ്ങളായിട്ടായിരിക്കും കൂടുതൽ കണക്കിൻ്റെ കാര്യങ്ങൾ വെച്ച് മറ്റേ റിപ്പോർട്ടിൻ്റെ കാര്യങ്ങൾ വെച്ച്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ ഈ സ്വഭാവം കൊള്ളൂല കേട്ടോ. എന്തിനാണ് ഈ താമസിച്ചില്ല നല്ലൊരു രീതിയിൽ നടന്നു പോണ യൂണിറ്റാണ്. പോകാൻ മീറ്റിംഗ് കഴിഞ്ഞ് പോകാൻ നേരത്തെ എന്നോട് പറഞ്ഞ് യോണിച്ചേട്ടാ ഇതിന് വിവരം അറിയോട്ടോ എന്ന് പറഞ്ഞു. നമ്മുടെ കുടുംബം നശിപ്പിച്ച് എല്ലാവരും ഇതാക്കിയെടുക്കണമെന്നുള്ളൊരു കത്ത് മാത്രമാണ്. ആൾക്ക് ഭയങ്കര ഈ പള്ളിക്കാര്യങ്ങളിലും അങ്ങനത്തെ ഇതിനൊക്കെ ഭയങ്കര ശത്രുതയാണ്. നമ്മൾ മാത്രമല്ല, പൊതുവെ എല്ലാവരായിട്ടും നല്ല ശത്രുതയുള്ള ഒരു മനുഷ്യനാണ്. കഴിഞ്ഞ ആഴ്ചയാണ് അന്വേഷണവുമായി സ്പെഷ്യൽ ബ്രാഞ്ച് സംഘം ഈ വീട്ടിലെത്തുന്നത്. തുടർന്ന് ഗൃഹനാഥന്റെ കൈയക്ഷരം സ്പെഷ്യൽ ബ്രാഞ്ച് പരിശോധിച്ചു. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. എൻ്റെ ഡയറി എടുത്ത് ഹാൻഡ് റൈറ്റിംഗ് കാണിച്ചു കൊടുത്തു. അവർ ഫോട്ടോഷൂട്ട് എടുത്ത് കഴിഞ്ഞിട്ട് 2014 ജൂൺ 1-ാം തീയതി അതിനൊരു വേറെ ആളെ കുറിച്ചൊരു പരാതി യൂണിറ്റിൽ അന്ന് ഞാൻ ലീഡറായിരിക്കുമ്പോൾ എനിക്ക് തന്നതിൻ്റെ കോപ്പി എൻ്റെ ലീപ്പുണ്ടായിരുന്നു. ആ സമയത്തൊന്ന് ഭാഗ്യത്തിനത് കിട്ടി. അത് അവരെ കാണിച്ചു കൊടുത്തപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് ഇതുമായിട്ട്. സംഭവത്തിൽ അവ്യക്തതകൾ ഇപ്പോഴും തുടരുകയാണ്. പോലീസാണ് അന്വേഷിച്ച് സത്യം കണ്ടെത്തേണ്ടത്. സുവി വിശ്വനാഥൻ, ന്യൂസ് 18 കൊച്ചി. പ്രധാനമന്ത്രിക്ക് നേരെയുള്ള സുരക്ഷാ ഭീഷണിയും സുരക്ഷാ പദ്ധതി വ്യക്തമാക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ചോർച്ചയും സംസ്ഥാന സർക്കാരിനെതിരെ ആയുധമാക്കി BJP. പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തിന്റെ ശോഭ കെടുത്താനുള്ള ആസൂത്രിത നീക്കമാണെന്നാണ് വിമർശനം. എന്നാൽ എവിടെ നിന്ന് കത്ത് കിട്ടിയെന്ന് അത് കിട്ടിയവർ തന്നെ പറയട്ടെ എന്ന നിലപാടാണ് സർക്കാർ കേന്ദ്രങ്ങൾക്ക്. വ്യക്തിവിരോധത്തിന്റെ പേരിലുള്ള വ്യാജ ഭീഷണിയാണ് പ്രധാനമന്ത്രിക്കെതിരെ ഉണ്ടായതെന്ന് വ്യക്തമായെങ്കിലും അതിനെ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിവാദം ശക്തമാവുകയാണ്. പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനം വളരെ പ്രതീക്ഷയോടെയാണ് BJP കാണുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നേട്ടങ്ങൾക്കപ്പുറം സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്കും പ്രധാനമന്ത്രിയുടെ സന്ദർശനം തുടക്കമിടുമെന്ന് BJP വിശ്വസിക്കുന്നു. പ്രത്യേകിച്ചും എക്കാലവും BJP അകറ്റി നിർത്തിയ ക്രൈസ്തവ സഭയുമായി അടുക്കാനുള്ള ശ്രമങ്ങൾക്കിടെ ഇതിൽ ആശങ്ക പൂണ്ട് CPM സർക്കാർ കേന്ദ്രങ്ങൾ ബോധപൂർവം ഉണ്ടാക്കിയ വിവാദമാണിതെന്നാണ് BJPയുടെ ആരോപണം. വലിയൊരു ബഹുജന മുന്നേറ്റമാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കേരളത്തിൽ ഉണ്ടാവുന്നത്. ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് ഇപ്പോൾ നൽകിയതിന് പിന്നിൽ പോലീസിന്റെ ബുദ്ധിയാണോ അതല്ല മറ്റാരുടെയെങ്കിലും ബുദ്ധിയാണോ എന്നുകൂടി അറിയേണ്ടതുണ്ട്. ഇത്തരമൊരു കത്ത് പുറത്തു വന്നതിന്റെ ലാഭം ആർക്കെന്ന മറുചോദ്യമാണ് സർക്കാർ കേന്ദ്രങ്ങൾക്ക്. സ്വാഭാവികമായും BJPയാണ് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുക. അതുകൊണ്ട് തന്നെ അവരുമായി ബന്ധപ്പെട്ടവർ തന്നെയാകും കത്ത് ചോർത്തിയതെന്നും സർക്കാർ CPM കേന്ദ്രങ്ങൾ ആരോപിക്കുന്നു. എങ്ങനെ കത്ത് ലഭിച്ചുവെന്ന് BJPയും K സുരേന്ദ്രനുമാണ് വ്യക്തമാക്കേണ്ടതെന്നും അവർ പറയുന്നു. അങ്ങനെ പറയുമ്പോഴും സംസ്ഥാന ഇന്റലിജൻസ് മേധാവി തയ്യാറാക്കിയ കത്തിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും തന്നെയാണ്.
അത് എങ്ങനെ ചോർന്നു എന്ന ചോദ്യം ആഭ്യന്തര വകുപ്പിനെ പ്രതിരോധത്തിലാക്കുകയും ചെയ്യുന്നു. അന്വേഷണത്തിലൂടെ കത്ത് ചോർച്ചയ്ക്ക് കാരണക്കാരെ കണ്ടെത്താനാണ് ശ്രമം. ന്യൂസ് 18 തിരുവനന്തപുരം. പ്രധാനമന്ത്രിയുടെ കൊച്ചിയിലെ റോഡ് ഷോയിലെ ജനപങ്കാളിത്തം സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ ചീഫ് സെക്രട്ടറി അവലോകന യോഗം വിളിച്ചു. റോഡ് ഷോയിൽ കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്നതിലുള്ള ആശങ്ക പോലീസ് ഉദ്യോഗസ്ഥർ പങ്കുവച്ചു. എന്നാൽ പോലീസ് പറയുന്നത്ര ആളുകൾ റോഡ് ഷോയിൽ ഉണ്ടാകില്ല എന്ന് ബിജെപി നേതൃത്വം അറിയിച്ചു. വന്ദേ ഭാരത് ട്രെയിനിന്റെ സമയക്രമമായി. രാവിലെ 5:20 തിരുവനന്തപുരത്ത് നിന്ന് തിരിക്കുന്ന ട്രെയിൻ നമ്പർ 2063-4 വന്ദേ ഭാരത് ഉച്ചയ്ക്ക് 1:25 കാസർഗോഡ് എത്തും. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന നമ്പർ 20-633 ട്രെയിൻ ഉച്ചയ്ക്ക് 2:30 കാസർഗോഡ് നിന്ന് യാത്ര തുടങ്ങി രാത്രി 10:35 തിരുവനന്തപുരത്തെത്തും. റണ്ണിംഗ് ടൈം 8 മണിക്കൂർ 5 മിനിറ്റാണ്. വ്യാഴാഴ്ചകളിൽ സർവീസ് ഉണ്ടാകില്ല. അതേസമയം വന്ദേ ഭാരത് എക്സ്പ്രസിന് ഷൊർണൂരിൽ സ്റ്റോപ്പ് അനുവദിച്ചു. വന്ദേ ഭാരത് എക്സ്പ്രസ് തിരുവനന്തപുരത്ത് കാസർഗോഡ് പോകുമ്പോഴും കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വരുമ്പോഴും സ്വാഭാവികമായിട്ടും എവിടെയും ഒരു വണ്ടിയും പിടിച്ചിടുന്നില്ല. ഒരു തീവണ്ടിയിലെയും യാത്രക്കാർക്ക് ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് ഓടുന്നതിലൂടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല. ജനങ്ങൾക്ക് സുഖകരമായ സുരക്ഷിതമായ ഏറ്റവും വേഗതയിലുള്ള യാത്ര വന്ദേ ഭാരത് എക്സ്പ്രസ് ഉറപ്പുവരുത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൊച്ചി വാട്ടർ മെട്രോയുടെ ടിക്കറ്റ് നിരക്കുകൾ പ്രഖ്യാപിച്ചു. മിനിമം ടിക്കറ്റ് നിരക്ക് 20 രൂപയാണ്. ഹൈക്കോടതി വൈപ്പിൻ റൂട്ടിന് 20 രൂപ കൊടുക്കണം. വൈറ്റില കാക്കനാട് റൂട്ടിന് 30 രൂപയാണ് നിരക്ക്. പരമാവധി ടിക്കറ്റ് നിരക്ക് 40 രൂപയാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് യാത്രാ പാസുകൾക്ക് ഇളവുകളും പ്രഖ്യാപിച്ചു. പ്രതിവാര പാസിന് 180 രൂപയും പ്രതിമാസ പാസിന് 600 രൂപയും ത്രൈമാസ പാസിന് 1500 രൂപയുമാണ് നിരക്ക്. ചൊവ്വാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വാട്ടർ മെട്രോ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത്. കർണാടകത്തിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ. കർണാടകത്തിൽ മുൻ MLA ഉൾപ്പെടെ 2 BJP നേതാക്കൾ കോൺഗ്രസിൽ ചേർന്നു. മുൻ MLA വിശ്വനാഥ് പാട്ടീൽ ഹെബ്ബാളാണ് കോൺഗ്രസിൽ ചേർന്നത്. ബംഗളൂരുവിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസ്ഥാന നേതാക്കളുമായി ചർച്ച നടത്തി. തിരുവനന്തപുരത്ത് നവജാത ശിശുവിനെ വിറ്റ സംഭവത്തിൽ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് ബാലാവകാശ കമ്മീഷൻ. വിഷയത്തിന്റെ എല്ലാ വശങ്ങളും പരിശോധിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയെന്നും ചെയർമാൻ KV മനോജ് കുമാർ അറിയിച്ചു. അതേസമയം കുഞ്ഞിനെ വാങ്ങിയ യുവതിയുടെ മൊഴിയിലെ പൊരുത്തക്കേടുകൾ കണ്ടെത്താനാണ് പോലീസ് ശ്രമം. കുഞ്ഞിന്റെ അമ്മയെ കണ്ടെത്താനുള്ള നടപടികൾ തുടരുകയാണ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം വിട്ട ജോണി നെല്ലൂർ നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി പ്രഖ്യാപിച്ചു. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ മുൻ അംഗവും മുൻ കത്തോലിക്ക കോൺഗ്രസ് മുൻ അധ്യക്ഷനുമായ VV അഗസ്റ്റിൻ പാർട്ടി ചെയർമാനും ജോണി നെല്ലൂർ വർക്കിംഗ് ചെയർമാനുമാണ്. BJP സർക്കാരിനോട് എതിർപ്പോ അമിത അനുകമ്പയോ ഇല്ലെന്നും ക്രൈസ്തവ ന്യൂനപക്ഷത്തിന്റെ ആശങ്ക കേന്ദ്രം ഇടപെട്ട് പരിഹരിക്കണമെന്നും പാർട്ടി നേതാക്കൾ ആവശ്യപ്പെട്ടു. ഇനി ചില വാർത്തകൾ കാണാം ചുരുക്കത്തിൽ. വിവിധ റോഡുകളിൽ സ്ഥാപിച്ച AI ക്യാമറകൾ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും സർക്കാർ പുറത്തുവിടണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിരവധി സംശയങ്ങളും ദുരൂഹതകളുമാണ് പൊതുജനങ്ങൾക്കിടയിലുള്ളതെന്നും പ്രതിപക്ഷ നേതാവ്. യുവം 2023 ബദലായി ഡിവൈഎഫ്ഐയുടെ എറണാകുളം ജില്ലാ യുവജന സംഗമം നാളെ നടക്കും. 25,000 പേർ പങ്കെടുക്കുമെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് അനീഷ മാത്യു അറിയിച്ചു. കലൂരിൽ നടക്കുന്ന സംഗമം മന്ത്രി P രാജീവ് ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ പയ്യാവൂർ കാഞ്ഞിരംകൊല്ലിയിൽ റിസോർട്ട് ഉടമ വെടിയേറ്റ് മരിച്ചു. കാഞ്ഞിരംകൊല്ലി ഏലപ്പാറയിലെ പരത്തനാൽ ബെന്നിയാണ് മരിച്ചത്. കാഞ്ഞിരംകൊല്ലിയിലെ അരുവി റിസോർട്ടിന്റെ ഉടമയാണ് ബെന്നി. മലപ്പുറം എടവണ്ണയിൽ യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. എടവണ്ണ സ്വദേശി റിഥാൻ ബാസിത്തിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചെമ്പക്കുത്ത് മലയുടെ മുകളിലായിരുന്നു മൃതദേഹം കണ്ടത്. മോട്ടോർ സൈക്കിൾ അനുബന്ധ ഉൽപാദന രംഗത്തേക്ക് മലയാളികളുടെ കൂട്ടായ്മ. രാജ്യത്തെ മുൻനിര റൈസിംഗ് മോട്ടോർ സൈക്കിൾ ആക്സറീസ് വിതരണക്കാരായ ബാൻഡിഡോസ് പിറ്റ് സ്റ്റോപ്പിന്റെ പുതിയ നിർമ്മാണ കേന്ദ്രം കോയമ്പത്തൂരിൽ ആരംഭിച്ചു. മെറ്റൽ വേർഡ്സ് എന്ന പേരിലുള്ളതാണ് പുതിയ യൂണിറ്റ് എന്ന് ഗ്രൂപ്പ് സ്ഥാപകനും CMOയുമായ മുർഷിദ് ബഷീർ വാർത്താ സമ്മേളനത്തിന് പറഞ്ഞു. ബൈക്ക് റൈഡർമാർക്ക് സ്വന്തമായി ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുന്ന തനത് ഡിസൈനുകളും കസ്റ്റമൈസ് ചെയ്ത ആക്സസറീസുമാണ് മെറ്റൽ വേർഡ്സ് നിർമ്മിക്കുന്നത്.
റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ ഫലങ്ങൾ പ്രഖ്യാപിച്ചു. ഓപ്പറേറ്റിംഗ് ബിസിനസ്സുകളിൽ ഉടനീളം ശക്തമായ വളർച്ചയാണ് സ്ഥാപനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. വാർഷിക സംയോജിത വരുമാനം 47% വർദ്ധിച്ച് 7,92,756 കോടി രൂപയിലെത്തി. വാർഷിക ഏകീകൃത ലാഭം 26.2% വർദ്ധിച്ചു. റീറ്റെയിൽ ബിസിനസ്സിലുള്ള വാർഷിക വരുമാനം ഏകദേശം 2 ലക്ഷം കോടി രൂപയാണ്. ഡിജിറ്റൽ സേവനങ്ങൾക്കുള്ള വാർഷിക വരുമാനം 1 ലക്ഷം കോടി രൂപ കടന്നു. 5,457 കോടി രൂപയുടെ എണ്ണ വാതക ബിസിനസിന്റെ വാർഷിക ഇബിറ്റ 7 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലാണ്. റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ ഒരു ഷെയറിന് 8 രൂപ ലാഭവിഹിതമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഉപഭോക്തൃ സംതൃപ്തിയിലും സേവനത്തിലും നൽകിയ ശ്രദ്ധയാണ് വരുമാന വർധനവിന് കാരണമായതെന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മുകേഷ് അംബാനി വ്യക്തമാക്കി. സ്വകാര്യ മേഖലയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിൽദാതാക്കളിൽ ഒരാളായി റിലയൻസ് ഇൻഡസ്ട്രീസ് തുടരുന്നതായും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെ ജിയോ സിനിമയുടെ ബ്രാൻഡ് അംബാസഡറായി പ്രഖ്യാപിച്ചു. മൊബൈൽ ഫോണുകളിലൂടെയും സ്മാർട്ട് ടിവികളിലൂടെയും ഇന്ത്യയിലെ സ്പോർട്സ് ആസ്വാദന രീതിയെ പരിവർത്തനം ചെയ്യുന്നതിൽ ജിയോ സിനിമ നേതൃത്വം വഹിക്കുന്നുവെന്ന് രോഹിത് ശർമ്മ പറഞ്ഞു. ജിയോ സിനിമയെ സഹകരിക്കുന്നതിലും ഈ യാത്രയുടെ ഭാഗമാകുന്നതിലും വളരെ സന്തുഷ്ടനാണെന്നും രോഹിത് ശർമ്മ പറഞ്ഞു. ജിയോ സിനിമയുടെ ടാറ്റ IPL 2023 സൗജന്യ സ്ട്രീമിംഗ് ആദ്യ 2 ആഴ്ചകളിൽ പ്രേക്ഷകരുടെ എണ്ണത്തിൽ റെക്കോർഡ് കരസ്ഥമാക്കി. ഏപ്രിൽ 17 ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമായി ഏറ്റുമുട്ടിയപ്പോൾ ടാറ്റ IPL മത്സരത്തിലെ ഏറ്റവും ഉയർന്ന വ്യൂ ജിയോ സിനിമ രേഖപ്പെടുത്തി. 2.4 കോടിക്ക് മുകളിലാണ് വ്യൂവർഷിപ്പ്. സ്പോൺസർമാരുടെയും പരസ്യദാതാക്കളുടെയും കാര്യത്തിലും ജിയോ സിനിമ റെക്കോർഡുകൾ സൃഷ്ടിക്കുകയാണ്. പ്രമുഖ ആഗോള ഇന്ത്യൻ ബ്രാൻഡുകൾ ജിയോ സിനിമയിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ജിയോ സിനിമയ്ക്ക് 23 പ്രധാന സ്പോൺസർ പാനുമുണ്ട്. കണങ്കാലിലെ ക്ഷതമേറ്റ തരുണാസ്തി സന്ധി മാറ്റിവെക്കാതെ തന്നെ പുനഃസ്ഥാപിച്ച അപൂർവ ശസ്ത്രക്രിയ കേരളത്തിൽ ആദ്യമായി കൊച്ചിയിൽ വിജയകരമായി നടന്നു. പ്രമുഖ ഫുട്ട് ആൻഡ് ആംഗിൾ സർജനും ഇന്ത്യൻ ഫുട്ട് ആൻഡ് ആംഗിൾ സൊസൈറ്റി ദേശീയ പ്രസിഡന്റുമായ ഡോക്ടർ രാജേഷ് സൈമൻ, ആംസ്റ്റർഡാമിലെ ഓർത്തോപീഡിക് റിസർച്ച് സെന്റർ സ്ഥാപകനും മാഡ്രിഡിലെ ഫിഫ മെഡിക്കൽ സെന്റേഴ്സ് ഓഫ് എക്സലൻസിലെ വിദഗ്ധനുമായ പ്രൊഫസർ നീക് വാൻ ഡേക്കും ചേർന്നാണ് VPS ലേക്ക് ഷോർ ആശുപത്രിയിൽ ഈ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത്. വാഹനാപകടത്തിൽ കണങ്കാലിന് ഗുരുതരമായ പരിക്കേറ്റ കൊച്ചി സ്വദേശിയും ഗോവ IIT വിദ്യാർത്ഥിയുമായ 28-കാരനാണ് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായത്. 1.5 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെ യുവാവിന്റെ കണങ്കാൽ സന്ധിയുടെ പ്രവർത്തനം പൂർവ്വസ്ഥിതിയിലാക്കി. സന്ധി മാറ്റിവെക്കൽ ഒഴിവാക്കാൻ സഹായിക്കുന്ന മികച്ച ബദൽ ശസ്ത്രക്രിയയാണിത്. സ്വീഡനിൽ നിന്ന് ഇറക്കുമതി ചെയ്ത എപ്പിസീലർ ഇംപ്ലാന്റ് ആണ് ഇതിന് ഉപയോഗിക്കുന്നത്. 5 മണി വാർത്ത പൂർണ്ണമാകും. നമസ്കാരം.